അഗ്നിയായി നിറയണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. ദൈവം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ആത്മീയ സത്യം ഇങ്ങനെയാണ്: ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ ബന്ധനങ്ങളുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ചിലപ്പോൾ അനുഗ്രഹങ്ങൾ തടസ്സപ്പെട്ടേക്കാം. പറ ഹല്ലേലൂയ. സന്തോഷം. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് യേശുവിൻ്റെ വചനം പറയുന്നത് ഗോസ്പൽ ഓഫ് സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 9:31. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാം വാക്യം. എന്നിട്ട് എടുത്ത് വായിക്കാമോ? ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥനയാണ് ദൈവം ശ്രമിക്കും. വളരെ വ്യക്തമായിട്ട് ബൈബിൾ പറയാണ്, God doesn't hear the prayers of the sinners. പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥനയാണ് അവിടുന്ന് കേൾക്കുക. പറയാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും ബുക്ക് ഓഫ് ഐസായ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം ചാപ്റ്റർ 1, ബുക്ക് ഓഫ് ഐസായ ചാപ്റ്റർ 1 വേഴ്സ് 14 ഓൺവേഴ്സ്, 14 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക: നിങ്ങളുടെ അമാവാസികളും നിങ്ങളുടെ ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു, അവയെനിക്ക് ഭാരമായിരിക്കുന്നു, അവയെനിക്ക് ദുസ്സഹമായിരിക്കുന്നു. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാനത് കേൾക്കുകയില്ല. എന്തെന്നാൽ നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. എന്താ ഇതിൻ്റെ വചനം പറയണത്? വചനം പറയുകയാണ്, നിങ്ങളുടെ അമാവാസികൾ നിങ്ങളുടെ ഉത്സവങ്ങൾ ഞാൻ വെറുക്കുന്നു. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ ഉത്തരം നൽകില്ല. എന്തെന്നാൽ നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപത്തിൻ്റെ കറ പുരണ്ട കരം നീട്ടി തമ്പുരാനോട് പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിക്ക് ദൈവാനുഗ്രഹം ലഭിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം. ഹല്ലേലൂയ. ഇന്ന് അനേകം വ്യക്തികൾ എനിക്കറിയാം തിരുനാൾ നടത്താനും ഊട്ടുനേർച്ച നടത്താനും അമ്പെഴുന്നള്ളിക്കാനും ഒക്കെ ഏറ്റവും മുൻപന്തിയിലാണ്. പക്ഷേ ജീവിതത്തിൽ ചില പാപങ്ങൾ, ചില ദുശ്ശീലങ്ങൾ എടുത്തു മാറ്റാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ജീവിതം ബന്ധിക്കപ്പെടുമ്പോൾ അവരുടെ കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ബുക്ക് ഓഫ് ഐസായ ചാപ്റ്റർ 59 59-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവാക്യം. യെശയ്യാ 59:2. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് വെളിപ്പെടുത്തുക: നിന്റെ അകൃത്യങ്ങൾ, അതായത് നിന്റെ പാപങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. വീണ്ടും, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്ന് മറച്ചിരിക്കുന്നു. അതിനാൽ അവിടെ നിന്റെ പ്രാർത്ഥന കേൾക്കില്ല. വ്യക്തമായിട്ട് പറയാ, നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്ന ഒരു മതിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അത് പാപത്തിൻ്റെ മതിലാണ്. ഈ പാപത്തിൻ്റെ മതിലുള്ളത് കൊണ്ട് നിനക്ക് ദൈവത്തിൻ്റെ മുഖം കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാത്തത്. ഞാൻ ഒരിക്കൽ തൃശ്ശൂർ ദൈവശബ്ദം കൺവെൻഷൻ നടത്തുകയായിരുന്നു. ദൈവശബ്ദം കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഞാൻ പാപത്തെക്കുറിച്ച് ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തൃശ്ശൂർ സ്വദേശിയായ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛൻ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞു. എന്താ കാര്യം? ആ അച്ഛൻ ഇങ്ങനെ പറയണില്ലേ, ദൈവം പാപിയുടെ പ്രാർത്ഥന കേൾക്കില്ല എന്ന്. ഞാൻ പറഞ്ഞു, അതെ. ഞാൻ പറയണോ, ദൈവത്തിൻ്റെ വചനമാണ്. എൻ്റെ അച്ഛ പറയുമ്പോൾ ഒരല്പമൊക്കെ യുക്തിയോടുകൂടി പറയണം. ഞാൻ എന്താ ചേട്ടാ കാര്യം? അച്ഛൻ നമുക്കറിയാൻ പാടില്ലേ, പാപികളെ ദൈവം എങ്ങനെ, അങ്ങനെയല്ല ഒരു ചൊല്ലുണ്ടല്ലോ, അത് തന്നെ, പാപികളെ ദൈവം പന പോലെ വളർത്തുന്നല്ലേ അച്ഛാ പറയണത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കേട്ടിട്ടില്ലേ അത്? ഇടയ്ക്ക് നമ്മളും പറയാറില്ലേ തന്നെ. അപ്പോൾ ചേട്ടൻ ചോദിക്കുകയാണ്, അച്ഛാ പാപികളെ ദൈവം പന പോലെ വളർത്തുന്ന അച്ഛൻ പറയണത്. അച്ഛൻ പറയുന്നത് പാപികളെ ദൈവം അനുഗ്രഹിക്കണില്ല. എനിക്കറിയാം അച്ഛൻ, എൻ്റെ ചുറ്റുപാടിൽ എത്രയോ വ്യക്തികൾ പള്ളിയിൽ പോകാത്തവർ, പ്രാർത്ഥിക്കാത്തവർ എത്രയോ അനുഗ്രഹമാണ് പ്രാപിക്കുന്നത്. ഞാനെന്നും പള്ളിയിൽ പോയിട്ട് എന്തിട്ടാ അച്ഛാ കാര്യം എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ ചോദ്യം പണ്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ്. പണ്ടൊരിക്കൽ ഒരു ശുശ്രൂഷകൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, അദ്ദേഹം 10-18 കൊല്ലമായി ശുശ്രൂഷ ചെയ്യാണ്. ആ ചേട്ടൻ പറഞ്ഞു, അച്ഛാ ഞാൻ എൻ്റെ ശുശ്രൂഷയൊക്കെ നിർത്താൻ പോവാണെന്ന് പറഞ്ഞു. ഞാൻ എന്താ ചേട്ടാ കാര്യം?
ആ ചേട്ടൻ പറഞ്ഞാൽ ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ, എനിക്കറിയാം തിരിച്ചറിവ് കിട്ടിയ നാൾ മുതൽ ഞാൻ ആദ്യമായിട്ടൊരു ധ്യാനം കൂടി, അഭിഷേകം കിട്ടി. അന്ന് മുതൽ ഞാൻ ദൈവീക കാര്യങ്ങൾക്ക് വില കൊടുത്ത് ശുശ്രൂഷയുമായിട്ട് ഒത്തിരി വചനം പ്രസംഗിക്കുകയും ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ ഞാൻ ശുശ്രൂഷയും ചെയ്ത ആളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷേ എന്ത് പറയേണ്ടു, ആ വ്യക്തിയുടെ ജീവിതത്തിൽ വിവാഹം അല്പം താമസിച്ചാണ്. അദ്ദേഹത്തിന് 36 വയസ്സായപ്പോഴാണ് കല്യാണം നടന്നത്. കാരണം സുവിശേഷ പ്രഘോഷണം പെണ്ണ് കിട്ടാൻ ഭയങ്കര പാടാണ്. പ്രൈസ് ദി ലോർഡ്. അത് അദ്ദേഹത്തിന് 36 വയസ്സിൽ, പക്ഷേ നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടി. ആ ജീവിത പങ്കാളി ചേർന്ന് വീണ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി. എന്നിട്ട് ചേട്ടൻ പറഞ്ഞു, എന്നിട്ട് ഞാൻ ഇപ്പം എന്താ പ്രശ്നം അച്ഛൻ, എന്താ പ്രശ്നം എന്നോ, ഞാൻ ഇത്രയും നാൾ ദൈവത്തിന് വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ടു, ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 8 കൊല്ലമായി, എനിക്കൊരു കുട്ടിയില്ല ഇതുവരെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇത്രയും നാൾ വിവാഹം കഴിഞ്ഞു, ലേറ്റ് വിവാഹമാണ്, സാരമില്ല, എനിക്ക് നന്ന ജീവിത പങ്കാളി, എനിക്ക് സന്തോഷമുണ്ട്, നല്ല ആളാണ്, പക്ഷേ എനിക്കൊരു കുട്ടിയില്ല. അപ്പോൾ ചേട്ടൻ്റെ ഏറ്റവും വലിയ വേദന തരുമോ, അച്ഛാ എൻ്റെ കൂട്ടുകാരനോടടുത്ത്, എൻ്റെ വീട് തൊട്ടപ്പുറത്തുണ്ട് അച്ഛാ, പള്ളിയിൽ പോവില്ല, പ്രാർത്ഥിക്കില്ല, കള്ളും കുടിച്ച് തലയും കുത്തി മറിഞ്ഞ് നടക്കുന്ന ആൾ, അയാളുടെ വീട്ടിൽ നെല്ലിക്കാക്കോട്ട മറിച്ച പോലെ കുട്ടികളാണ്. അപ്പോൾ ഇതേ ചോദ്യം തന്നെയാണ് ഈ ചേട്ടനോടൊന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ പറഞ്ഞൊക്കെ ശരിയാ, പക്ഷേ ദൈവത്തിൻ്റെ വചനം അങ്ങനല്ല പറയുക. ഇത് പണ്ട് ആ ചേട്ടൻ വന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ബൈബിൾ പരിശോധിച്ച് നോക്കി. പൊന്നു സഹോദരങ്ങളെ, ബൈബിളിൽ ഒരിടത്തും ദൈവം പാപികളെ പന പോലെ വളർത്തുമെന്ന് വചനം ഇല്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ പറയണത്? സങ്കീർത്തനം 92:12 വായിക്ക്. നീതിമാൻ പന പോലെ തഴയ്ക്കും, അവൻ ലെബനാനിലെ ദേവദാരു പോലെ വളരും. വീണ്ടും, അവനെ കർത്താവിൻ്റെ അങ്കണത്തിൽ നട്ടിരിക്കുന്നു, അവൻ നമ്മുടെ കർത്താവിൻ്റെ അങ്കണത്തിൽ തഴച്ചു വളരും. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടൻ വളരും എന്നാണോ പറഞ്ഞിരിക്കുന്നത്? ആണോ? ഇനി മേല പറയരുത് ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുമെന്ന്. പറഞ്ഞു ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുഷ്ടന്മാരെ കുറിച്ച് ബൈബിൾ പറയുന്ന ഒരു വചനം എന്നറിയാമോ? പ്രഭാഷകന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. ബുക്ക് ഓഫ് സിറ ചാപ്റ്റർ 9 വേഴ്സ് 11 ഓൺവേഴ്സ്. ആദ്യം കുറിക്കാം. ബുക്ക് ഓഫ് സിറ ചാപ്റ്റർ 9 വേഴ്സ് 11. പ്രഭാഷകൻ 9-11 വാക്യങ്ങൾ വായിക്കാം. പാപിയുടെ ഭാഗ്യത്തിൽ അസൂയപ്പെടരുത്, അവൻ്റെ അവസാനം നിനക്കറിയില്ലല്ലോ. അഹങ്കാരിയുടെ വിജയത്തിൽ ഭ്രമിക്കരുത്, മരിക്കുന്നതിന് മുമ്പ് അവന് ശിക്ഷ ലഭിക്കാതിരിക്കില്ല എന്നാണ് വചനം പറയുക. പറയാമോ? ഹല്ലേലൂയ. പാപിയുടെ ഭാഗ്യത്തിൽ അസൂയപ്പെടരുത്, അവൻ്റെ അവസാനം നിനക്കറിയില്ലല്ലോ. അഹങ്കാരിയുടെ വിജയത്തിൽ നീ ഭ്രമിക്കരുത്, മരിക്കുന്നതിന് മുമ്പ് അവന് ശിക്ഷ ലഭിക്കാതിരിക്കില്ല. വീണ്ടും നമ്മൾ കാണുന്നു സാം 37 സങ്കീർത്തന പുസ്തകത്തിൽ 37-ാം സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. വചനം പറയുന്നു, ദുഷ്ടനെ കണ്ട് അസൂയപ്പെടരുത്, ദുഷ്കർമ്മിയോട് കൂട്ടുചേരുകയും അരുത്. അവൻ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നു, സസ്യം പോലെ വാടുകയും ചെയ്യും. പ്രിയപ്പെട്ട മക്കളെ, ഒരു കാര്യം ഓർക്കണം. നിന്റെ ജീവിതത്തിൽ നീ ചില വ്യക്തികളെ കാണും, പള്ളിയിൽ പോകില്ല, പ്രാർത്ഥിക്കില്ല, ആത്മീയ കാര്യം കൊണ്ട് മല്ലടിക്കുന്ന വ്യക്തി. പക്ഷെ അവൻ്റെ കുടുംബത്തിൽ ഇഷ്ടം പോലെ വളർച്ച, അവൻ്റെ സാമ്പത്തിക മേഖല അടിക്കടി റോക്കറ്റ് പോലെ മുകളിലേക്ക് ഉയരുന്നു, അവൻ്റെ മക്കളെല്ലാം നല്ല നിലയിൽ കഴിയുന്നു, അവിടെ സമ്പത്ത് ഇഷ്ടം പോലെ വർദ്ധിക്കുന്നു, പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, പക്ഷേ അവൻ ചിന്തിക്കുന്നത് എനിക്കെല്ലാം ഉണ്ടെന്നാണ്. പക്ഷേ മക്കൾ, ഒരു കാര്യം ഓർക്കണം. ഈ ലോകത്തിൽ തിന്മ ചെയ്ത് വളരുന്ന ഒരൊറ്റ വ്യക്തിക്കും ഈ ലോകത്തിൽ ഏതാനും തലമുറയ്ക്ക് മുമ്പിൽ തന്നെ തിരിച്ചടി കിട്ടുമെന്നുള്ള ഉറപ്പാണ്. ഞാൻ ഒരിക്കൽ ചങ്ങനാശ്ശേരി ധ്യാനിപ്പിക്കുന്ന സമയത്ത് എന്നെ കാണാൻ വേണ്ടി ഒരു സുഹൃത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, അദ്ദേഹം എനിക്ക് നല്ല പരിചയമുണ്ട്, ഒരു ശുശ്രൂഷകനാണ്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഫ്രണ്ടിൻ്റെ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ വന്നത്. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അച്ഛാ, ആള് ഭയങ്കരമായിട്ട് ഒരു രോഗം പിടിപെട്ട് ഒന്നൊരു വാടക വീട്ടിൽ വല്ലാതെ മരണത്തോട് മല്ലിട്ട് കിടക്കുക, മരിച്ചു പോണില്ല, പക്ഷേ ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് ആൾക്കാർ പറയുക. അതുപോലെ ശരീരം വ്രണമൊക്കെ ബാധിച്ച് കിടക്കുകയാണ്. അച്ഛൻ അയാൾക്ക് കൂടി പ്രാർത്ഥിക്കണം, ഒരു നല്ല മരണം കൊടുക്കാൻ വേണ്ടി. ഞാൻ ചോദിച്ചു, എന്താ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ? ആ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ, അയാളുടെ അവസ്ഥ അത്ര നന്നായിരുന്നില്ല. ഒരു കാലഘട്ടത്തിൽ ആ മാർക്കറ്റ് മുഴുവൻ വാങ്ങാൻ മാത്രം കോടിക്കണക്കിന് സമ്പത്തുണ്ടായിരുന്ന ഒരു കോടീശ്വരനായിരുന്നു ഈ മനുഷ്യൻ. ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണത്തോട് മല്ലടിച്ച് ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് മക്കളെല്ലാം പല രീതിയിലായി, പ്രിയപ്പെട്ടവരെ, ഇന്ന് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഒരു മരണം കാത്ത് കിടക്കുകയാണ്. പൊന്നു മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒരുപക്ഷെ പാപികളായ ചില വ്യക്തികൾ, തിന്മ ചെയ്യുന്നവർ നമ്മുടെ മുമ്പിൽ വലിയ മിടുക്കന്മാരായി നെളിഞ്ഞു നടക്കുന്ന കാണുമ്പോൾ പാവപ്പെട്ട നമ്മൾ ഓർക്കും, എന്തേ ദൈവത്തോട് ഇത്രയും ചേർന്നിരുന്നിട്ട് ദൈവം എനിക്ക് ഈ ദുരന്തം അനുവദിക്കുന്നത്? എന്തേ ദൈവം എൻ്റെ കൂടെ നിൽക്കാത്തത്? പൊന്നു മക്കളെ, നിന്റെ ജീവിതത്തിൽ നീ വിശുദ്ധിയോടെ ജീവിച്ചിട്ടാണ് ഒരു സങ്കടം വരുന്നതെങ്കിൽ, ഒരു വേദന വരുന്നതെങ്കിൽ, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് എന്ന് നീ മനസ്സിലാക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് ദൈവം നന്മയ്ക്കായാണ് പരിണമിപ്പിക്കുക. പ്രിയപ്പെട്ട മക്കളെ,
ഈ ലോകത്തിൽ ദൈവഭയമില്ലാതെ ജീവിക്കുന്നവരെ കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, ആ വ്യക്തി പുറമേ നോക്കുമ്പോൾ വലിയ സമ്പത്തും ആരോഗ്യമുള്ള വ്യക്തികളൊക്കെ കാണപ്പെട്ടേക്കാം, പക്ഷെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടാവില്ല, ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാവില്ല. ജീവിതത്തിൽ ഒത്തിരിയേറെ ദുഃഖങ്ങളും ഒത്തിരിയേറെ അസ്വസ്ഥതകളും കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. ആ വ്യക്തിക്ക് പകല് ഇരുന്നാൽ എരിപ്പുറക്കില്ല, രാത്രി കിടന്നാൽ കിടപ്പുറക്കില്ല. തിരിഞ്ഞും മറിഞ്ഞും ലോകം നേരം വെളുപ്പിക്കുന്ന എത്രയോ വലിയ വലിയ സമ്പന്നരെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ച് നിയമാവർത്തന പുസ്തകത്തിൽ 28-ാം അധ്യായം 67-ാം തിരുവാക്യം, ബുക്ക് ഓഫ് ഡ്യൂട്രോണമി, നിയമാവർത്തനം 28-67 വചനം പറയുന്നു, ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭയവും കണ്ണുകൾ കാണുന്ന കാഴ്ചകൾ നിമിത്തം പ്രഭാതത്തിൽ നീ പറയും, ദൈവമേ എങ്ങനെയെങ്കിലും ഒന്ന് സന്ധ്യയായി കിട്ടിയാൽ മതിയായിരുന്നു. ഇരുന്നിട്ട് ഇരിപ്പുറക്കണില്ല എന്ന്, എങ്ങനെയെങ്കിലും സന്ധ്യയായി കിട്ടിയാൽ മതിയായിരുന്നു. സന്ധ്യയിൽ നീ എന്ത് പറയും? കിടന്നാൽ കിടപ്പറക്കണില്ല, ദൈവമേ എങ്ങനെയെങ്കിലും ഒന്ന് പ്രഭാതമായാൽ മതിയായിരുന്നു. വായിക്കാമോ? നിയമാവർത്തനം 28-67 വായിക്കാം. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭയവും കണ്ണുകൾ കാണുന്ന കാഴ്ചകൾ നിമിത്തം പ്രഭാതത്തിൽ നീ പറയും, എന്താ പറയുന്നത്? ദൈവമേ എങ്ങനെയൊരു സന്ധ്യയായി കിട്ടിയാൽ മതി. വീണ്ടും സന്ധ്യയിൽ നീ പറയും, ദൈവമേ എങ്ങനെയൊന്ന് പ്രഭാതമായാൽ മതി. ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ജീവിതം നയിക്കൊണ്ടിരിക്കുന്ന എത്രയോ വ്യക്തികളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാഹ്യമായ സമ്പത്തും ബാഹ്യമായ സൗന്ദര്യവും ബാഹ്യമായ നേട്ടങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ വിട്ടകലും. ദൈവം തന്നിരിക്കുന്ന ഒരു ആത്മാവുണ്ട്. ലോകം മുഴുവൻ നേടിയാലും ഹേ മനുഷ്യ, നിന്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്ക് എന്താ പ്രയോജനം? പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും, മെർലിൻ മൺറോ എന്ന് പറയുന്ന ഹോളിവുഡിലെ വലിയൊരു സിനിമാ നടിയാണ്. ലോകത്തിന് മുമ്പിൽ ഒത്തിരിയേറെ കയ്യടി വാങ്ങിച്ച സഹോദരി. അവൾ ഒരു ഫംഗ്ഷന് പങ്കെടുക്കുമ്പോൾ അവളുടെ കയ്യിലൊന്ന് ചുംബിക്കാൻ വേണ്ടി രാഷ്ട്രനായകന്മാർ ക്യൂ നിൽക്കുന്ന കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, കോടിക്കണക്കിന് ആസ്തിയും അതീവ സുന്ദരിയുമായ ഈ സഹോദരി തൻ്റെ 45-ാമത്തെ വയസ്സിൽ പ്രിയപ്പെട്ടവരെ തനിക്കുണ്ടായിരുന്ന കോടിക്കണക്കിന് ആസ്തി മുഴുവൻ പ്രിയപ്പെട്ടവരെ അനാഥാലയത്തിൽ എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ എല്ലാം ഉണ്ടായിരുന്ന വ്യക്തി. പൊന്നുമാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒരു കാര്യം ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ കടന്നു വരുന്നത് പ്രത്യേകിച്ച് ഹൃദയത്തിൽ അഹങ്കാരം കയറുമ്പോഴാണ്. ഞാനെന്ന ഭാവം തലേ കയറി കഴിയുമ്പോൾ എനിക്ക് ദൈവത്തെ വേണ്ട എന്ന ചിന്ത വരും. ഇന്ന് അനേകം വ്യക്തിയുടെ ജീവിതങ്ങൾ തകർന്നടിയുന്നത് അഹങ്കാരത്തിൻ്റെ പാപം ഹൃദയത്തിൽ കയറി കഴിയുമ്പോഴാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൻ്റെ 6 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അഹങ്കാരത്തിൻ്റെ പേര് പറഞ്ഞ് ഒരു 2-3 കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബുക്ക് ഓഫ് സിറ ചാപ്റ്റർ 10 വേഴ്സ് 6 ഓൺവേഴ്സ്. അതിൻ്റെ ഹെഡിങ് തന്നെ അഹങ്കാരം എന്നാണ്. പറയാമോ? ഹല്ലേലൂയ. അതിൽ 3 കാര്യങ്ങളാണ് പ്രത്യേകമായി പഠിപ്പിക്കുക. അതിൻ്റെ ആദ്യത്തെ കാര്യം എന്നറിയാമോ? അതിൻ്റെ 7-ാമത്തെ വാക്യമാണ്. സിറ ചാപ്റ്റർ 10 വേഴ്സ് 7. വുഡ് യു പ്ലീസ് റീഡ്? അഹങ്കാരം കർത്താവിനെയും മനുഷ്യനെയും വെറുപ്പിക്കുന്നു. സുഭാഷിതം 16:5 കുറിച്ചാൽ മതി. സുഭാഷിതം 16:5 പറയുന്നു, അഹങ്കരിക്കുന്നവനോട് കർത്താവിന് വെറുപ്പാണ്. അഹങ്കരിക്കുന്നവനോട്, ബുക്ക് ഓഫ് പ്രോവർബ്സ് ചാപ്റ്റർ 16 വേഴ്സ് 5, അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ആ 10-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യം അഹങ്കാരത്തിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് വരികയാണ്. 12 വായിക്കാം. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നകലാൻ തുടങ്ങും, ഹൃദയം അവൻ്റെ സൃഷ്ടാവിനെ പരിത്യജിക്കും. നിന്റെ ഹൃദയത്തിൽ ഞാനെന്ന ഭാവം കടന്നാൽ എൻ്റെ സമ്പത്തിനെക്കുറിച്ച്, ആയുസ്സിനെക്കുറിച്ച്, സൗന്ദര്യത്തെക്കുറിച്ച്, കഴിവുകളെക്കുറിച്ച് നിനക്ക് അഹങ്കാരം കയറിക്കഴിഞ്ഞാൽ പിന്നീട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിൽ നകലാൻ തുടങ്ങും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് പള്ളിയിൽ പോകാൻ തോന്നില്ല, പ്രാർത്ഥിക്കാൻ തോന്നില്ല. എന്തോന്ന് പ്രാർത്ഥന, എന്തോന്ന് പള്ളി പോക്ക്, അത്യാവശ്യം ഞായറാഴ്ചയൊക്കെ പോയാൽ മതി, അതിനപ്പുറത്തേക്ക് പോകണ്ട. അത്യാവശ്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു സന്ധ്യാപ്രാർത്ഥന 5 മിനിറ്റൊക്കെ വേണമെങ്കിൽ അത് മതി. വലിയ ഭക്തിയൊന്നും വേണ്ട. ഒരു അന്തോണിസ് പുണ്യാണെന്ന് നമ്മളെ കൊണ്ട് പറ്റില്ല, ഒരു അൽഫോൻസ് ആവണം എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ഇത്രയൊക്കെ പറ്റൂ, ഇങ്ങനെ ഒരു ചിന്ത. കാരണം ആ ദൈവത്തിൻ്റെ ആവശ്യമില്ല. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിന് അകലാൻ തുടങ്ങും, ഹൃദയം അവൻ്റെ സൃഷ്ടാവിനെ പരിത്യജിക്കും. ഹൃദയത്തിൽ മറ്റു പല വ്യക്തികളും വസ്തുക്കളും ഹൃദയം സ്ഥാനം പിടിക്കും. അതാണ് ഹൃദയത്തിൽ നിന്ന് കർത്താവ് ഇറങ്ങിപ്പോകും. വീണ്ടും അതിൻ്റെ 13-ാമത്തെ വാക്യം പറയുന്നു, ബുക്ക് ഓഫ് സിറ ചാപ്റ്റർ 10 വേഴ്സ് 13. എന്താ അത്? അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ തിന്മ കയറി കഴിയുമ്പോൾ പിന്നീട് ദൈവിക കാര്യങ്ങൾക്ക് വില കൊടുക്കാതെ മറ്റ് പലതിനായിട്ട് ഓടി നടക്കുന്ന ഒരു സ്വഭാവം. ഇന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ
നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ എന്തുകൊണ്ടാണ് അനുഗ്രഹം ലഭിക്കാത്തത്? പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും തരത്തിലുള്ള പാപത്തിൻ്റെ ബന്ധനങ്ങൾ, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും പ്രവർത്തന ശൈലികൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവത്തിന് നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. പറയാം ഹല്ലേലൂയ. സന്തോഷം. ഹല്ലേലൂയ. വളരെ മനോഹരമായ ഒരു വചനഭാഗമാണ് ബുക്ക് ഓഫ് ജോഷുവ. ജോഷുവയുടെ പുസ്തകം എടുക്കാം. ജോഷുവയുടെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ മനോഹരമായ ഒരു വചനഭാഗം കാണുകയാണ്. ജോഷുവ എന്ന് പറഞ്ഞ പ്രവാചകൻ ആരാണെന്നറിയാം? മോശ കഴിഞ്ഞ് ഇസ്രായേൽ ജനത്തെ, പ്രിയപ്പെട്ടവരെ, ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് നയിക്കാൻ, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് നയിക്കാൻ വേണ്ടി ദൈവം നിയോഗിച്ച ഒരു വ്യക്തിയാണ് ആര്? ജോഷുവ. ഈ ജോഷുവയും കൂട്ടരും ജെറീക്കോ പട്ടണം എങ്ങനെയാണ് കീഴ്പ്പെടുത്തിയെന്നുള്ളത് നമുക്കറിയാം. എങ്ങനെയാണ് കീഴ്പ്പെടുത്തിയത്? യുദ്ധം ചെയ്തിട്ടാണോ? അല്ല, പിന്നെന്താണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന വാഗ്ദാന പേടകം അത് തോളി പിടിച്ചുകൊണ്ട് ആ ജെറീക്കോ കോട്ടയ്ക്ക് ചുറ്റും 7 ദിവസം വലം വെച്ചു, ഇല്ലേ? അവസാനം 7-ാം തവണ 7 ദിവസം വലം വെച്ച് അതിശക്തമായ രീതിയിൽ ദൈവത്തെ സ്തുതിച്ച് ആർപ്പ് വിളിച്ച് കാഹളമൂതിയ സമയത്ത് എന്തായി? ജെറീക്കോ പട്ടണം തകർന്ന് താഴോട്ട് വീണു. ഒരു തുള്ളി രക്തം പോലും ചിന്താതെയാണ് ജോഷുവയും കൂട്ടരും ജെറീക്കോ പട്ടണം കീഴ്പ്പെടുത്തിയത്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട. ദൈവം നമ്മൾക്ക് വേണ്ടി വിജയം നൽകും. പറ ഹല്ലേലൂയ. സെഫാനിയ 3:17 നിങ്ങളുടെ ദൈവമായ കർത്താവ്, ബുക്ക് ഓഫ് സെഫാനിയ, അങ്ങനെ ഒരു പുസ്തകമുണ്ട്, കുറിച്ചാൽ മതി. നിങ്ങളുടെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിങ്ങളുടെ മധ്യമുണ്ട്. വീണ്ടും പ്രഭാഷകൻ 10:5 എന്താണ്? കർത്താവിൻ്റെ മനുഷ്യൻ്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ്. ദൈവത്തിൻ്റെ കരങ്ങളിലാണ് വിജയം. നമ്മുടെ അധ്വാനം കൊണ്ടും നമ്മുടെ ശക്തി കൊണ്ടും നേടാൻ പറ്റില്ല. അപ്പോൾ ഈ ജെറീക്കോ പട്ടണം വളരെ ഈസി ആയിട്ട് ദൈവം കൂടെ നിന്ന് ഇവർ പിടിച്ചെടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള ഒരു ചെറിയ പട്ടണമാണ്, ആ പട്ടണത്തിൻ്റെ പേരാണ് ആയി. അങ്ങനെ ഇവരിയ്ക്കുമ്പോൾ ഈ ആയി പട്ടണം ഒന്ന് കീഴ്പ്പെടുത്തണമെന്ന് ജോഷുവയും കൂട്ടരും തീരുമാനിച്ചു. ഏത് പട്ടണം കീഴ്പ്പെടുത്താനാണ് തീരുമാനിച്ചത്? അങ്ങനെ അവർ ദൈവത്തോട് ആലോചന ചോദിച്ചു. ദൈവം പറഞ്ഞു ഓക്കെ, അറ്റാക്ക് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി പോകുമ്പോൾ ആദ്യമായിട്ട് എന്ത് ചെയ്യും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുന്നതിന് മുമ്പ് ആ മറ്റു രാജ്യത്തെക്കുറിച്ച്, ശത്രു രാജ്യത്തെക്കുറിച്ച് എല്ലാ വിവരങ്ങളും ശേഖരിക്കും. അപ്പോൾ അങ്ങനെ ഈ ചാരന്മാരെ വിട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് രഹസ്യത്തിൽ ഈ സ്ഥലമൊക്കെ നോക്കിയിട്ട് വാ, എങ്ങനെയുണ്ട് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അവർ പോയിട്ട് പറഞ്ഞു, അല്ലയോ ജോഷുവ പ്രവാചക, ആ സ്ഥലം വളരെ ചെറിയ സ്ഥലമാണ്, അത് പേര് പോലെ തന്നെ വളരെ ചെറുതാണ്, അവിടെ നമ്മുടെ ട്രൂപ്പ് മുഴുവൻ പോകേണ്ട കാര്യമൊന്നുമില്ല, ഒരു 2000-3000 പേര് പോയാൽ ആക്രമിച്ച് കീഴ്പ്പെടുത്താമെന്ന് പറയും. അങ്ങനെ ഇവർ കൊടുത്ത ഈ രഹസ്യ വിവരം അനുസരിച്ച് എന്ത് ചെയ്തു? ഇവരൊരു 3000 പേരെ, തടിമെടുക്കുള്ള യോദ്ധാക്കളായ ഒരു 3000 പേരെ കൊണ്ടുപോയി യുദ്ധം ചെയ്യാൻ വേണ്ടി പോയി. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംഭവിച്ചെന്നറിയാമോ? ഈ 3000 പേര് ആ ചെറു സൈന്യത്തിന് മുമ്പിൽ തോറ്റോടി എന്ന് മാത്രമല്ല, ഇവരെ പിന്തുടർന്ന് ഓടിച്ച് അത് 36 പേരെ കൊല്ലുകയും ചെയ്തു. അവരെ അവിടുന്ന് ഭയങ്കരമായിട്ട് ഓടിച്ച് അവരെ അവിടുന്ന് പലായനം ചെയ്യിച്ചു. അങ്ങനെ അവിടുന്ന് അവരെ ഓടിച്ച് പലായനം ചെയ്യിച്ച് ആകെപ്പാടെ തകർന്ന് തരിപ്പണായി. ജോഷിക്ക് ഭയങ്കര വിഷമം, കാരണം ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോഷുവയും പ്രധാനാചാര്യൻ എന്ത് ചെയ്യുന്നറിയാമോ? ആ ദൈവസന്നിധി കിടന്ന് കരഞ്ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവമേ വാട്ട് ഈസ് ദിസ്, നിന്നോട് ചോദിച്ചിട്ടില്ല ഞങ്ങൾ പോയത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഭയങ്കര കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ 10-ാമത്തെ വചനത്തിൽ ദൈവമായ കർത്താവ് ജോഷുവ പറഞ്ഞു, താൻ ഇങ്ങനെ കരയേണ്ട കാര്യം എണീക്കണമെന്ന് പറഞ്ഞു. കാരണം എന്താ? ഇസ്രായേൽ എൻ്റെ കൽപ്പന അവഗണിച്ചിട്ടുണ്ട്, അവരെനിക്കെതിരായി പാപം ചെയ്തു, അവർക്ക് എനിക്കിഷ്ടമല്ലാത്ത ചില നിഷിദ്ധ വസ്തുക്കൾ, ഞാൻ എടുക്കണ്ട എന്ന് പറഞ്ഞ ചില നിഷിദ്ധ വസ്തുക്കൾ അവർ കൈവശം വച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവർ നശിപ്പിക്കപ്പെടാൻ കാരണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെറീക്കോയിലേക്ക് പ്രവേശിച്ച് പറഞ്ഞു, ഒരു കാര്യം നിങ്ങൾ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അത് ചില വ്യക്തികൾ അവർക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ എടുത്തു വെച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമായ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു, എന്തുകൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെട്ടത്. ഇന്ന് ബിസിനസ് മേഖലകളിൽ പരാജയം അനുഭവിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവമായ കർത്താവ് പറയുന്നുണ്ട്, ചില നിഷിദ്ധ വസ്തുക്കൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ട്, ചില നിഷിദ്ധ വസ്തുക്കൾ, ചില നിഷിദ്ധമായ പ്രവർത്തന ശൈലികൾ നിന്റെ ജീവിതത്തിലുണ്ട്. ഇത് എടുത്തു മാറ്റാത്തിടത്തോളം കാലം ദൈവത്തിന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റില്ല. പറഞ്ഞ ഹല്ലേലൂയ. ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 23 വേഴ്സ് 14, നിയമാവർത്തന പുസ്തകം 23:14, നിന്നെ സംരക്ഷിക്കുവാനും നിന്റെ ശത്രുക്കളെ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുവാനുമായി നിന്റെ ദൈവമായ കർത്താവ് ആ പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. വീണ്ടും ശുചിത്വമല്ലാത്തത് എന്തെങ്കിലും കണ്ട്
അവിടെ നിന്ന് അകന്നു പോകാതിരിക്കാനായി പാളയത്തെ നീ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം. എന്താ ഇതിൻ്റെ അർത്ഥം? ഇങ്ങോട്ട് നോക്ക്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാ, നിന്നെ സംരക്ഷിക്കുവാൻ, അതുപോലെ തന്നെ നിന്റെ ശത്രുക്കളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുവാനായി നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അശുചിത്വമല്ലാത്തത് എന്തെങ്കിലും കണ്ട്, അശുദ്ധമായത് എന്തെങ്കിലും കണ്ട് അവിടുന്ന് നിന്റെ പാളയം വിട്ടകന്നു പോകാതിരിക്കുവാൻ, പ്രിയ സഹോദര സഹോദരി, നിന്റെ പാളയത്തെ നീ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം. എന്താ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാളയം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള പാളയങ്ങളാണ് ഉള്ളത്. ഒന്ന് കുടുംബമാകുന്ന പാളയം. നിന്റെ കുടുംബമാകുന്ന പാളയത്തിൽ ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും സംസാര രീതികളോ പ്രവർത്തന ശൈലികളോ ഉണ്ടോ എങ്കിൽ ദൈവം ആ പാളയത്തിൽ നകന്നു പോകും. അടുത്ത പാളയം നിന്റെ ശരീരമാകുന്ന പാളയം. ദൈവത്തിന് അസ്വസ്ഥമായ, ദൈവത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ഏതെങ്കിലും അശുദ്ധ ഭാവം നിന്റെ ശരീരത്തിലുണ്ടോ? ഈ രണ്ട് പാളയങ്ങൾ അശുദ്ധമാണെങ്കിൽ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അനേകം കുടുംബങ്ങളിൽ അനുഗ്രഹം പ്രാപിക്കാത്തതിൻ്റെ കാരണം കുടുംബമാകുന്ന പാളയം അശുദ്ധമാണ്. ആ കുടുംബം രക്ഷ പ്രാപിക്കാത്തതിൻ്റെ കാരണം ആ കുടുംബമാകുന്ന പാളയത്തിൽ ചില തിന്മയുടെ ശക്തിയുണ്ട്. നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, സക്കേവൂസിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം. പ്രിയപ്പെട്ടവരെ, സക്കേവൂസ് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി വന്നവനൊന്നുമല്ല. ആരൊക്കെയോ പറഞ്ഞത് കേട്ടിട്ട് ഈ പറയുന്ന ആളെ ഒന്ന് കണ്ടേക്കാം എന്ന് കരുതി മാത്രം അദ്ദേഹം ഓടി വരികയാണ്. അദ്ദേഹത്തിന് യേശുവിനെ കാണുന്നതിൽ രണ്ട് തടസ്സങ്ങളാണ് ഉണ്ടായിരുന്നത്, ഇല്ലേ? എന്ത് തടസ്സങ്ങളായിരുന്നു? ഒന്ന്, ആ വ്യക്തിയിലുണ്ടായിരുന്ന കുറവ്. അതെന്തായിരുന്നു? പൊക്കമില്ലായ്മ, ഹൈറ്റില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ കുറവ്. രണ്ട്, മറ്റുള്ളവർ അദ്ദേഹത്തിന് മുമ്പിൽ ഉയർത്തിയ കുറവ്. യേശുവിനെ കാണാൻ ഒന്ന് നമ്മളിലുള്ള കുറവും, രണ്ട് നമുക്ക് മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന മറ്റു ചില പ്രതിബന്ധങ്ങളും ഉണ്ടാവും. ഈ രണ്ട് പ്രതിബന്ധങ്ങളെയും ഈ രണ്ട് ഹേർഡിൽസിനെയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ തരണം ചെയ്യാൻ അവൻ ഉപായം കണ്ടെത്തി. ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഓടി വന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മരത്തിൻ്റെ മുകളിൽ കയറി ഒളിച്ചിരുന്ന പറയുക. ഞാൻ ചിലപ്പോഴൊക്കെ ഈ വചനഭാഗം ഓർത്ത് ധ്യാനിക്കുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നാറുണ്ട്. ഓർത്ത് നോക്കുക, നിങ്ങൾക്ക് അറിയാവുന്ന നാട്ടിൽ അറിയപ്പെടുന്നൊരു പ്രമാണി ഒരു ദിവസം നട്ടുച്ചയ്ക്ക് ആ ശരം വിട്ട പോലെ വാണം വിട്ട പോലെ ഓടുന്ന കാണും. നമ്മൾ ഈ മനുഷ്യൻ എന്ത് പറ്റി, വട്ടായി പോയി കാണും. അപ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ അതിന് വട്ടായില്ലെങ്കിലും അത്ഭുതമുള്ളൂ. ബാക്കിയുള്ളവരുടെ പണമൊക്കെ പിടിച്ചിട്ടല്ലേ അയാൾ സമ്പന്നനായിരിക്കണത്. ചുങ്കമൊക്കെ എത്രയാ പിടിച്ചെടുക്കണം, അയാൾക്ക് അങ്ങനെ തന്നെ സംഭവിക്കും. ബാക്കിയുടെ കണ്ണീരിൻ്റെ മുതലല്ലേ അതങ്ങനെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ടാവും. ഈ പറയുന്ന കമൻ്റ് ഒന്നും ഇദ്ദേഹം കേൾക്കുന്നില്ല. ഓടുകയാണ്, ഓടി 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 ഇതാ ഒരു വലിയ മരത്തിന് മുകളിൽ കയറിയിരിക്കുകയാണ്. അവിടെ കയറിയിരിക്കുമ്പോൾ നോക്കുമ്പോൾ നല്ല ഇലയുള്ള മരം, ആരും കാണില്ല. അപ്പോൾ യേശു ആ വഴിയാണ് പോണത്. അപ്പോൾ യേശുവിനെ കാണുകയും ചെയ്യാം, എന്നെ ആരോട്ട് കാണുകയില്ല. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ആരും അറിയാതെ ആ മരച്ചിലകളുടെയിൽ ഒളിച്ചിരിക്കുന്ന ഈ മകനെ യേശു കാണുകയാണ്. പൊന്നുമക്കളെ, നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും, നീ ആരിൽ നിന്നെല്ലാം മാറാൻ ശ്രമിച്ചാലും നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നീ എവിടെയെല്ലാം പോയി ഒളിക്കാൻ ശ്രമിച്ചാലും പ്രിയപ്പെട്ടവരെ അവിടെ ദൈവം നിന്നെ കാണും. ഇവൻ എല്ലാവരും ഒളിഞ്ഞ് മാറി നിന്ന് ഈ മരച്ചിലകൾ ആരും അറിയാണ്ട് കയറിയിരിക്കുകയാണ്. എറുമ്പിൻ്റെ നീറിൻ്റെ കടിയെ കൊണ്ട് ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുക. പക്ഷേ യേശുവിനെ കാണണ്ടേ? അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യേശു അവിടെ വന്നിട്ട് പറയും, സക്കേവസ് കം ഡൗൺ, പ്ലീസ് കം ഡൗൺ, ഐ വോണ്ട് ടു സ്റ്റേ വിത്ത് യു. എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കണം. ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിലേക്ക്, കുടുംബത്തിലേക്ക് കടന്നു വന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം അവിടെ കടന്നു ചെന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു വചനം പറഞ്ഞു. സക്കേവൂസിനായിട്ട് ഒന്നും പറഞ്ഞില്ല, അയാൾ കുറേ വചനം അങ്ങോട്ട് പറഞ്ഞു. ഈ വചനം കേട്ടപ്പോൾ വചനം ഹൃദയത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചു. വചനം ഹൃദയത്തിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു. പ്രിയപ്പെട്ട ദൈവപൈതലേ, അവൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ദൈവമേ, ഞാൻ എന്തെങ്കിലും വഞ്ചിച്ചെടുത്തൊരു 4 ഇരട്ടി തിരികെ കൊടുക്കാൻ തയ്യാറാണ്. എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. യേശു എന്താ പറഞ്ഞത്? ടുഡേ, ഇന്ന് നിൻ്റെ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. ഇന്ന് നിൻ്റെ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? അവൻ്റെ കുടുംബമാകുന്ന പാളയം രക്ഷ പ്രാപിക്കാതിരിക്കാനുള്ള കാരണം എന്താ? അവൻ്റെ കുടുംബത്തിൽ ദൈവം ആഗ്രഹിക്കാത്ത ചില പ്രവർത്തന ശൈലികളുണ്ട്. തെറ്റായ രീതിയിൽ, അന്യായമായ രീതിയിൽ പണം പിടിച്ചു വെച്ച് നീ നിന്റെ കുടുംബത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പൊന്ന സഹോദര സഹോദരി, അത് ദൈവം ആഗ്രഹിക്കാത്ത ഒരു വരുമാന മാർഗമാണ്. പൊന്നുമക്കളെ, അതുകൊണ്ട് തന്നെയാണ് ദൈവം ആഗ്രഹിക്കാത്ത വരുമാന മാർഗങ്ങൾ ഉപേക്ഷിക്കാൻ മകൻ തയ്യാറായപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം അവൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു. പറയാ, നിന്റെ കുടുംബം രക്ഷ പ്രാപിച്ചിരിക്കുന്നു.